ജാനുവരി തന്നെ വിഷൻ ബോർഡ് റെഡിയാക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എല്ലാ പ്രിൻ്റ് ഔട്ട്സൊക്കെ എടുത്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വന്നപ്പം പ്രിൻ്റർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓഫീസിൽ ട്രൈ ചെയ്തപ്പോൾ അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ. അപ്പോൾ പിന്നെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഞാൻ തന്നെ അപ്പോൾ അതിൻ്റെ പാർട്സൊക്കെ വാങ്ങിച്ച് ഒന്ന് റീപ്ലേസ് ചെയ്ത് ഒരു ഇങ്ക് ഫ്ലാഷ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം സംഭവം റെഡി. പ്രിൻ്ററും ഹാപ്പി, ഞാനും ഹാപ്പി. പിന്നെ ഈ പ്രിൻ്റെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് ജെമിനിയുടെ നാനോ ബനാന യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അതിനകത്ത് പ്രോംപ്റ്റ് എടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സാണ്. ഈ പ്രിൻ്റ് ഔട്ട്സ് എല്ലാം ഞാൻ എൻ്റെ പിൻട്രസ്റ്റ് ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന് ലിങ്ക് താഴെ കൊടുക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി പ്രിൻ്റ് ഔട്ട് എടുത്തോ കേട്ടോ. ഇപ്രാവശ്യം എൻ്റെ വിഷൻ ബോർഡിൽ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് മൈക്രോ ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റാണ്. മൈക്രോ ലേണിംഗ് ലിറ്ററൽ മീനിങ് അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ വർഷം മുഴുവനും ചെറിയ ചെറിയ സ്കിൽസൊക്കെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, കർണാട്ടിക് മ്യൂസിക് അല്ലെങ്കിൽ സൂയിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിനകത്ത് ഓൾറെഡി ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്ത് പാളിപ്പോയിട്ടുണ്ട്. ഞാൻ സൂയിങ്ങിന് വേണ്ടിയിട്ട് ജനുവരിയിൽ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്റ്റ് ചെയ്തായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ 500 രൂപ അഡ്വാൻസും കൊടുത്തായിരുന്നു. പക്ഷേ അവർ ആക്ച്വലി അയച്ചു തന്നത് ഒരു പ്രീ റെക്കോർഡഡ് വീഡിയോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് കുറേ വോയിസ് മെസ്സേജസും പിക്ചേഴ്സും മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഇന്നേ വരെ സ്കാമിലൊന്നും ചെന്ന് പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇതെനിക്കൊരു വല്ലാത്തൊരു ഷോക്കായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പിന്നെ ഞാൻ ഈ വർഷം ചെയ്യാൻ പോകുന്ന മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് ഇത്ര നാളും വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്കറിയുമില്ല. അപ്പോൾ എന്തായാലും ഈ വർഷം അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതുന്നത്. നഷ്ടങ്ങളുണ്ടാവും, അത് കുഴപ്പമില്ല, പക്ഷേ പഠിക്കാൻ പറ്റുമല്ലോ. ഓൾറെഡി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച്. സോ ഹോപ്പ്ഫുള്ളി നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്രാവശ്യം ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പിൻ ബോർഡിലാണ്. സാധാരണ ഞാൻ ചെയ്യാറുള്ളത് ഈ പ്ലാനറിൽ തന്നെ അതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അവരതിനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അത് തന്നെയാണ് സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നി അത് അതിൻ്റെ പർപ്പസ് സെർവ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ അതിനകത്ത് നോക്കത്തില്ല അധികം. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഒരു പിൻ ബോർഡ് എടുത്തിട്ട് അതിൽ അറേഞ്ച് ചെയ്യാമെന്ന് കരുതി. ഈ പിൻ ബോർഡ് ഭയങ്കര വലുതാട്ടോ. അതുകൊണ്ട് ഞാൻ ഹാഫ് ഓഫ് ദ പിൻ ബോർഡ് ഞാൻ വിഷൻ ബോർഡിന് വേണ്ടിയിട്ടും പിന്നത്തെ ഒരു ഹാഫ് ജേർണൽ പ്രോംപ്റ്റ്സിനും പിന്നെ കുറച്ച് ഫൺ ടു ഡു ഐഡിയാസിനും വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുവാണ്. പിന്നെ വോയിസ് ഓവറൊക്കെ കൊടുക്കാനായിട്ട് ഇപ്പോഴും ഞാൻ അത്രയ്ക്ക് അങ്ങ് കംഫർട്ടബിൾ ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കുറേയൊക്കെ മിസ്റ്റേക്സ് കാണും. ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പം ഇതാണ് എൻ്റെ ഈ വർഷത്തെ വിഷൻ ബോർഡ് വീഡിയോ. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.